ഗുഡ് മോർണിംഗ്. നല്ല മഴ ദിവസമല്ലേ, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഈ ഒരു ചെടീനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ചെടി എന്ന് പറയുന്നത് ഒരു ഔഷധ സസ്യമാണ് കേട്ടോ. ഇതെന്താണെന്നറിയാം, മുറികൂട്ടി ഇതിന് പറയുന്നത്. പക്ഷേ ഇതിനൊരു പേരുണ്ട് കേട്ടോ. ആ പേരെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. അതുണ്ടാവും, ഇതിൻ്റെ പൂവാണേ വരുന്നത്, കണ്ടില്ലേ, പൂവാണേ. എന്നിട്ട് ഇത് കായ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ തൈ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ നമുക്ക് തൈകൾ കണ്ടില്ലേ, ഇഷ്ടം പോലെ തൈകളുണ്ട് കേട്ടോ തരാനായിട്ട്. ഇതവിടെ എല്ലാം തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പൂ കഴിഞ്ഞിട്ടൊരു കായ ഉണ്ടാവും കേട്ടോ. ആ കായ ഉണ്ടാകുന്നതാണ് നമ്മൾ കായ എന്താ ഉണങ്ങിയിട്ട് നല്ല ഇത് നിറച്ച അരികളായിരിക്കും കേട്ടോ. ആ അരിയാണ് നമുക്ക് തൈയായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് തൈ ഇങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നേ. അപ്പോൾ അത് ആദ്യമായിട്ടാട്ടോ തൈ ഉണ്ടാകുന്നത്. ഇതാ അതെ, അവിടെ കണ്ടില്ലേ ഒരു കാ കണ്ടില്ലേ, ഇതാട്ടോ അതിൻ്റെ കാ വരുന്നത്. ഈ പഞ്ഞീൻ്റെയൊക്കെ കാ പോലെ ഇരിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്നറിയാമോ, ഇത് നമ്മളെ കൈ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഒടിച്ചിട്ട് ഞാൻ ഒടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇങ്ങനെ നമ്മളൊരു തണ്ട ഇല എടുക്കുമല്ലേ, ഇങ്ങനെ ഒരു ഇല എടുത്തിട്ട് ഇതുണ്ടോ, ഈ വരുന്നുണ്ടോ, ഇത് കണ്ടോ, ഇതേപോലെ ഉണ്ടോ, ഇതിങ്ങോട്ട് മുറിവിലോട്ട് ഉറ്റിച്ച് കൊടുത്താൽ ഇതിനൊരു പശ ഉണ്ടല്ലേ, ഒരു ഒഴുകി പശ വരുന്നുണ്ട് കേട്ടോ. ആ പശ എടുത്തിട്ട് ഇതിൻ്റെ കറയാണിത്, അത് നമ്മൾ മുറിവിലോട്ട് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുറിവ് നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. പക്ഷേ നമ്മളിത് നനയ്ക്കാൻ പാടില്ല കേട്ടോ. നനച്ചിട്ടുണ്ടെങ്കിൽ മുറിവ് പഴുക്കുകയുള്ളൂ, ഉണങ്ങിയല്ല. ഇതാട്ടോ എൻ്റെ കായ, ഇതാ ഉണ്ടോ നോക്കിയ കായ. ഈ കായ ഉണങ്ങിയിട്ടാണ് നമുക്ക് അരി ഉണ്ടാകുന്നത് കേട്ടോ. മുറിവ് ഉണങ്ങിയല്ല കേട്ടോ. നനച്ചിട്ടുണ്ടെങ്കിൽ നനയ്ക്കരുത്. നനയ്ക്കാതെ നമ്മളൊരു ദിവസം കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുറിവ് എത്ര സ്റ്റിച്ചിടിൻ്റെ മുറിവാണെങ്കിൽ തന്നെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം എൻ്റെ കൈ ഇതുപോലെ തന്നെ കുപ്പിച്ചില്ല് കൊണ്ട് കാട് പറിച്ചപ്പോൾ മുറിഞ്ഞിട്ട് ഇങ്ങനെ ഇത് മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. സ്റ്റിച്ചിടേണ്ട അവസ്ഥയായിരുന്നു, നന്നായിട്ട് പൊളന്നിരിക്കുമായിരുന്നു കൈ. പക്ഷേ ഒരു ദിവസം നനയ്ക്കാതെ നമ്മളിത് വെച്ചതുകൊണ്ട് ഇത് സ്റ്റിച്ചിടാൻ പോവാതെ, ഹോസ്പിറ്റലിൽ പോവാതെ അത് മുറി കൂടി കിട്ടി കേട്ടോ. അതുപോലെ തന്നെ ഈ പശയുണ്ടല്ലോ, ഇതിനൊരു കറയുള്ളപ്പോൾ നമുക്കിങ്ങനെ കയ്യിൽ തുണി ചുറ്റേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇതിങ്ങനെ ഒടിച്ചിട്ട് ചുറ്റി കൊടുത്താൽ മതിയേ. അപ്പോൾ എന്താ ഈ പ്ലാസ്റ്ററൊക്കെ ഒട്ടിക്കുമ്പോൾ അതിങ്ങനെ ചുറ്റി കൈ അങ്ങോട്ട് മുറിവ് കൂടിയിരിക്കും കേട്ടോ. അത്രയും നല്ലൊരു മരുന്നാട്ടോ അത്. പക്ഷേ ഇതിൻ്റെ പേരെന്താന്ന് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി, ഇതിൻ്റെ പേരെന്താന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഞങ്ങൾ ഇതിനെ മുറിക്കൂട്ടി എന്നാണ് പറഞ്ഞത്. ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് കൈ മുറിയുന്നവരൊക്കെ റോഡ് സൈഡ് ആയതുകൊണ്ടേ ഇവിടെ വന്നിട്ട് സ്വന്തം നമ്മളിവിടെ ഇല്ലെങ്കിലും അവരിത് മുറിവിന് വേണ്ടിയിട്ട് ഈ മരുന്ന് വെച്ച് കെട്ടിയിട്ട് ഉണങ്ങി എന്നൊക്കെ ഞങ്ങളോട് പറയലുണ്ട് കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഈ മുറികുട്ടിയുടെ തൈ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മുറികുട്ടി തന്നെയാട്ടോ അത്. ഇതിൻ്റെ തൈ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ വിളിച്ചാലും എടുക്കുന്നതായിരിക്കും.